ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. പപ്പ ഏറ്റവും പ്രിയം വെച്ച ഇടത്തേക്ക് പോയിട്ട് ഇന്ന് 20ാം ദിവസമാണ്. കുഞ്ഞുങ്ങളുടെ ക്യാമ്പുകൾ, VBS പരിശീലനങ്ങൾ എന്നിവയ്ക്ക് സജീവമായി പങ്കെടുക്കുന്ന പപ്പയെ കണ്ട് വളർന്നാണ് ബാല്യകാലം. എല്ലാ ശുശ്രൂഷകളും പപ്പ അവസാനിപ്പിക്കുന്നത് ദൈവം രക്ഷിതാവാണ് എന്ന അടിസ്ഥാന വാക്കുകൾ കൊണ്ടായിരുന്നു. മുന്നിലെത്തുന്ന ഓരോരുത്തരോടും, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളോട് പപ്പ ആവർത്തിച്ച് അപേക്ഷിച്ചു കൊണ്ടിരിക്കുമായിരുന്നു, നിങ്ങൾ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം, സമർപ്പിക്കണം എന്നൊക്കെ. CC സഭയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മഹായിടവകയ്ക്ക് സ്വന്തമായി VBS ശുശ്രൂഷ ഉണ്ടാവണമെന്ന് പപ്പയ്ക്ക് അതിയായി ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായി പപ്പ കഠിനമായി അധ്വാനിക്കുകയും ചെയ്തു. അത് നടപ്പിൽ വരികയും ചെയ്തു. ഒരു പുരോഹിതൻ എന്ന നിലയിൽ പള്ളിയിൽ പ്രതിസന്ധികളുടെ മധ്യേ വേദനയോടെ നിൽക്കുന്ന പപ്പയെ പലവട്ടം കണ്ടിട്ടുണ്ട്. എങ്കിലും പതറിപ്പോകാതെ പപ്പ വചനം കൊണ്ട് ആശ്വസിക്കും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പൗരോഹിത്യ ശുശ്രൂഷയിൽ ഒരുപാട് പ്രതിസന്ധികളും വേദനകളും നേരിട്ട് വന്നിട്ടും എന്തിനാണ് പപ്പ ഞങ്ങൾ 3 മക്കളെയും അതേ മേഖലയിൽ തന്നെ അയച്ചത്? പപ്പയുടെ മരണം നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അത് കുറെ കൂടി വ്യക്തമായി മനസ്സിലാകും. പപ്പ ദൈവത്തെ അത്രയും ആഴമായി സ്നേഹിച്ചു. പപ്പ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. പപ്പ ദൈവത്തിൽ അവസാനത്തോളം ആശ്രയിച്ചു. ഈ കുടുംബവാര വചന സന്ദേശത്തിൽ ആമുഖമായി പങ്കിടുവാനുള്ള ഉത്തമ മാതൃക എൻ്റെ സ്വന്തം പിതാവ് തന്നെയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുടുംബത്തെ മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് പപ്പ ഞങ്ങൾക്കും അഭിമാനമായി നിലകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ദൈവത്തിൻ്റെ വലിയ കരുതലും അളവില്ലാത്ത സ്നേഹവും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ മാരകമായ ഒരു രോഗത്താൽ ഞങ്ങൾ ഭാരപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും RCCയിലുമായി 2 സർജറികൾ, തുടർന്ന് കീമോതെറാപ്പി, റേഡിയേഷൻ, അങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നാളുകളായിരുന്നു ഏറെയും. ഈ രോഗത്തെക്കാൾ ഏറെ ഞങ്ങളെ വേദനിപ്പിച്ചത് ഇത്രയും കഠിനമായ ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോകുന്നവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടുവാൻ പ്രയാസമായിരിക്കും എന്ന അറിവാണ്. എന്നാൽ അവിടെയും ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. കുറച്ച് വൈകിയെങ്കിലും 8 വർഷം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ദൈവാനുഗ്രഹത്താൽ തിയോഡോർ കുഞ്ഞിനെ ലഭിച്ചു. മങ്കാട് സഭയുടെ സ്നേഹവും കരുതലും പ്രാർത്ഥനയും നന്നായി ബോധ്യമുള്ളവരാണ് ഞങ്ങൾ. സഭാ സെക്രട്ടറി ആയിരുന്ന മോഹനകുമാർ സാർ പ്രത്യേകം താല്പര്യമെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ജോൺ കോക്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപന ജോലി എനിക്ക് ലഭ്യമായത്. മങ്കാട് സഭയിലെ മുഴുവൻ കുടുംബങ്ങളുടെയും പ്രാർത്ഥനയും പിന്തുണയുമാണ് ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വചന സന്ദേശത്തിന് അവസരം നൽകിയ ചെയർമാൻ അച്ഛനോടും സ്ത്രീജന സംഘടനയുടെ ചുമതലക്കാരോടും മങ്കാട് സഭാ കുടുംബത്തോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും സ്നേഹവും പങ്കിട്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്ന് വിചാരിക്കുന്നു. ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. സഭയെ സംബന്ധിച്ചും അടിസ്ഥാന ഘടകം കുടുംബം തന്നെ. ഒരു സഭയുടെ വളർച്ച കുടുംബങ്ങളുടെ വളർച്ചയെ ആശ്രയിച്ചിരിക്കുന്നു. കുടുംബങ്ങൾ പ്രകാശിക്കുമ്പോൾ സഭയും പ്രകാശിക്കും. കുടുംബങ്ങൾ ഇടറുമ്പോൾ സഭയും ഇടറും. കുടുംബ സംവിധാനത്തിലും അതിൻ്റെ ക്രമങ്ങളിലും കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഏകാന്തത എന്ന കഠിന ദുഃഖത്തിന് പരിഹാരമായിട്ടാണ് ദൈവം കുടുംബം സ്ഥാപിച്ചത്. ദൈവം സ്ഥാപിച്ച കുടുംബത്തെ കെട്ടുറപ്പോടെ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന 3 കാര്യങ്ങൾ ചുരുക്കമായി പങ്കിടട്ടെ. 1. കുടുംബം സൃഷ്ടിയുടെ ഇടമാണ്. കുടുംബം സൃഷ്ടിയുടെ ഇടം. നമ്മുടെ ദൈവം ചരിത്രത്തിൻ്റെ ദൈവമാണ്. ദൈവം സൃഷ്ടിക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്യും. സൃഷ്ടി ഒരു തുടർകർമ്മമായി ദൈവം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൽ നാം പുതിയ സൃഷ്ടികളായി മാറുന്നു. അതെ, ദൈവമാണ് കുടുംബത്തിൻ്റെ ശില്പി. ദൈവത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നും സജീവമായി നിലകൊള്ളുന്നു. ക്രിസ്തുവിൽ
വേരൂന്നി പണിയപ്പെടുന്ന കുടുംബങ്ങളാകണം എന്നതാണ് ഈ ആണ്ടിലെ കുടുംബവാരത്തിൻ്റെ ചിന്താവിഷയം. ദൈവിക സൃഷ്ടിയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കണ്ടത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. ഇവിടെ രണ്ട് സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്നുകിൽ മണലിൽ കുടുംബം പണിയാം, അല്ലെങ്കിൽ പാറയിൽ കുടുംബം പണിയാം. മണലിൽ അടിസ്ഥാനമിട്ടാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വീണുപോകും. പാറയിൽ പണിതാൽ ഭദ്രമായി നിലകൊള്ളും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 3-4 വചനങ്ങൾ. ആത്മീക പാറ ക്രിസ്തുവാണ്. ആത്മീക പാറ ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 3:11. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഈ കാലഘട്ടത്തിൽ നിരവധി കുടുംബങ്ങൾ നിലം പതിക്കുകയാണ്. മണലിൽ നിർമ്മിച്ചതാണ് അതിന് കാരണം. ക്രിസ്തുവിൽ വേരൂന്നുക മാത്രമാണ് പരിഹാരം. ലൂക്കോസ് 15-ൽ ഒരു വീട്ടിലെ 2 മക്കൾ. ഇളയ മകൻ പുത്രത്വം നഷ്ടപ്പെടുത്തി മണലിൻ്റെ മനോഭാവങ്ങളിൽ മാറി സഞ്ചരിക്കുന്നു. മണൽ നൽകുന്നത് താൽക്കാലിക നിലനിൽപ്പ്. സ്വയബോധത്തിൽ നിന്ന് സുബോധത്തിലേക്കുള്ള സഞ്ചാരമാണ് ആത്മീയ ജീവിതം. അത് ക്രിസ്തുവിൽ അടിസ്ഥാനമിടുമ്പോൾ മാത്രമാണ് സംഭവിക്കുക. കുടുംബത്തെ സംബന്ധിച്ച് പരമപ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് ദൈവം നിർമ്മാതാവും നാം എല്ലാം സഹനിർമ്മാതാക്കളുമാണ്. ദൈവം നിർമ്മാതാവും നമ്മളെല്ലാം സഹനിർമ്മാതാക്കളും. സൃഷ്ടിപ്രവർത്തനത്തിൽ നാമും ഉത്തരവാദിത്വപ്പെട്ടവരാണ്. ഇന്ന് പഴയ നിയമ പാഠമായി നാം ശ്രദ്ധിച്ച യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ യോശുവ നടത്തുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗമുണ്ട്. ഷേക്കേമിലാണ് ഈ പ്രസംഗം. യോസേഫിൻ്റെ ഗോത്രം താമസിച്ചിരുന്ന സ്ഥലം. മോശയുടെ ഓർമ്മകൾ സൂക്ഷിച്ച് ഷേക്കേം 12 ഗോത്രങ്ങളെയും വിളിച്ചുകൂട്ടി. അവിടെ വെച്ച് യോശുവ ദൈവം ചെയ്ത കാര്യങ്ങളുടെ ചുരുങ്ങിയ ചരിത്രം അവതരിപ്പിക്കുകയാണ്. പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി. ഒരു കല്ലെടുത്ത് അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ നാട്ടി. ദൈവവചനങ്ങളെ കേട്ട് ദൈവത്തെ നിഷേധിക്കാതിരിക്കേണ്ടതിന് ഈ കല്ല് സാക്ഷി. ദീർഘദൃഷ്ടിയോടെ യോശുവ സ്ഥാപിച്ച കല്ല് ക്രിസ്തു എന്ന മൂലക്കല്ലാണ്. ക്രിസ്തുവാണ് ദൈവവും നമ്മളും തമ്മിലുള്ള ഉടമ്പടിയുടെ സാക്ഷി. ക്രിസ്തുവിൽ നാം ഭവനം അല്ലെങ്കിൽ കുടുംബം നിർമ്മിച്ചാൽ നാം നിലനിൽക്കും. 127-ാം സങ്കീർത്തനം പഠിപ്പിക്കുന്നത് പോലെ ദൈവം നിർവഹിക്കാതിരുന്നാൽ അധ്വാനിക്കുന്നത് വൃഥ, കാവൽ വൃഥ, കഠിന പ്രയത്നവും വൃഥ. കുടുംബം സൃഷ്ടിയുടെ ഇടമാണ്. രണ്ടാമതായി കുടുംബം സംരക്ഷണത്തിൻ്റെ ഇടം. കുടുംബം സംരക്ഷണത്തിൻ്റെ ഇടം. പരസ്പരം രക്ഷകരാകാനുള്ള ഇടത്തിൻ്റെ പേരാണ് കുടുംബം. നിരവധി പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ഈ നാളുകളിലെ കുടുംബങ്ങൾ. വിവാഹത്തിൻ്റെ പവിത്രത കളങ്കപ്പെടുക, ജീവിത പങ്കാളിയെ നിസ്സാരമായി ഉപേക്ഷിക്കുക, ഉലയുന്ന മക്കൾ മാതാപിതാക്കൾ ബന്ധം, വഴിവിട്ട ബന്ധങ്ങൾ, വിവാഹേതര ബന്ധങ്ങൾ, വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങൾ, മാത്രമല്ല സ്മാർട്ട് ഫോൺ, സോഷ്യൽ മീഡിയ അടിമത്വം, ആശയവിനിമയ വിടവുകൾ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനം, ഇവയൊക്കെ ഇന്നിൻ്റെ പ്രതിസന്ധികളാണ്. കുടുംബം ഒരു സംരക്ഷണ ഇടമാണോ എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. കുടുംബത്തിൻ്റെ സംരക്ഷണത്തെ നശിപ്പിക്കുന്ന ശക്തികളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം. കേടുപാടുകൾ പരിഹരിച്ച് ആജീവനാന്തം നിലനിൽക്കേണ്ട കൂട്ടായ്മയാണ് കുടുംബം. വിവാഹവേളയിൽ ഏറ്റെടുക്കുന്ന ഉടമ്പടികൾ അല്ലെങ്കിൽ പ്രതിജ്ഞകൾ അവ അനുദിനം അരക്കിട്ട് ഉറപ്പിക്കാനാകണം. പരസ്പരമുള്ള പരിപോഷണമാണ് മറ്റൊരു പ്രധാന വസ്തുത. കുടുംബങ്ങളിലുണ്ടാകുന്ന സംഘർഷങ്ങളെ സൗമ്യതയോടെ അതിജീവിക്കാനാവണം. പരസ്പരം ശിക്ഷ വിധിക്കാനുള്ള എല്ലാ പ്രവണതകളും അവസാനിപ്പിക്കണം. പരിമിതികളും പിരിമുറുക്കങ്ങളും പാപത്തിൻ്റെ പ്രലോഭനങ്ങളുമെല്ലാം നാം വളരെ ഗൗരവത്തോടെ കാണണം. കുടുംബം ഒരിക്കലും സ്വകാര്യപരമായ ഒന്നല്ല, മറിച്ച് കുടുംബം എന്നാൽ മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വം ഘോഷിക്കുന്ന ഇടമാണ്. മൂന്നാമതായി കുടുംബം സ്നേഹത്തിൻ്റെ ഇടം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 12-ാം വചനം: ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന.
ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണം സ്നേഹശൂന്യതയാണ്. സ്നേഹമില്ലാത്തത് കൊണ്ടാണ് യുദ്ധങ്ങൾ, സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അക്രമങ്ങൾ, സ്നേഹമില്ലാത്തത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ, സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അനീതികൾ, സ്നേഹമില്ലാത്തത് കൊണ്ടാണ് തിന്മകൾ. എന്താണ് ദൈവാനുഭവം? അത് സ്നേഹാനുഭവം തന്നെ. ഒരു സ്നേഹത്തിൻ്റെ ആലയമായി രൂപപ്പെടുമ്പോഴാണ് കുടുംബം അതിൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നത്. ഒരു സ്നേഹത്തിൻ്റെ ആലയമായി രൂപപ്പെടണം. ക്രിസ്തു കുഷ്ഠരോഗിയെ സ്നേഹം കൊണ്ട് സ്പർശിക്കുമ്പോൾ പിന്നെ അവൻ്റെ സ്ഥാനം പാളയത്തിന് പുറത്തല്ല. ക്രിസ്തു ശമരിയ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പിന്നെ അവൾ അന്യയല്ല. ക്രിസ്തു സക്കായിയുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ പിന്നെ ആ വീട് സ്നേഹാലയമാണ്. ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ സമീപത്തെ കള്ളന് പകുത്തു നൽകുന്നത് പറുദീസയുടെ സ്നേഹമാണ്. കുടുംബങ്ങൾ സ്നേഹാലയമായി രൂപപ്പെടട്ടെ. നമുക്ക് ഈ ചിന്തകളെ ഇങ്ങനെ ഒന്ന് ഉപസംഹരിക്കാം. കുടുംബത്തെ സംബന്ധിച്ച് 3 യാഥാർത്ഥ്യങ്ങളാണ് നാം ഇന്ന് പങ്കുവച്ചത്. കുടുംബം സൃഷ്ടിയുടെ ഇടം, കുടുംബം സംരക്ഷണത്തിൻ്റെ ഇടം, കുടുംബം സ്നേഹത്തിൻ്റെ ഇടം. അപ്പോസ്തലനായ പൗലോസ് എഫ്യസർക്ക് ലേഖനം എഴുതുമ്പോൾ കുടുംബത്തെ പരാമർശിക്കുന്ന കാര്യങ്ങളും എഴുതി. എഫ്യസർ 3:14-15. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. ആമേൻ.